ലോകത്തെ അപൂർവ വ്യക്തിത്വം INFJ. എന്താണ് അല്ലെങ്കിൽ ആരാണ് INFJ? അന്തർമുഖമായ അവബോധജന്യമായ വികാരവും വിലയിരുത്തലും ഉള്ള ആളുകളെയാണ് INFJ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു INFJ ആണോ എന്നറിയാൻ 15 അടയാളങ്ങൾ. INFJകൾ അല്ലെങ്കിൽ അന്തർമുഖമായ അവബോധജന്യ വികാരങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ ജനസംഖ്യയുടെ 2% മാത്രമേ ഉള്ളൂ. എന്നാൽ അവർ ആഴമേറിയതും സങ്കീർണവുമായ ആന്തരിക ചിന്തകൾക്കും വികാരങ്ങൾക്കും പേരുകേട്ടവരാണ്. അവർ പലപ്പോഴും അന്തർമുഖരാണ്. അവർ വലിയ ആൾക്കൂട്ടത്തേക്കാൾ ഒറ്റയ്ക്കോ ചെറിയ ഗ്രൂപ്പുകളിലോ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. INFJകൾ അവരുടെ ശക്തമായ ധാർമ്മികത, അനുകമ്പ, നവീനവും ക്രിയാത്മകവുമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് എന്നിവയ്ക്കും പേരുകേട്ടതാണ്. എന്നാൽ ഒരു INFJ ആകുന്നത് മഴവില്ലുകളും സൂര്യപ്രകാശവുമല്ല. INFJകൾ പൂർണ്ണതയുള്ളവരാകാം. മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചതായി അവർക്ക് തോന്നിയേക്കാം. അവർ ചുറ്റുമുള്ളവരോട് വൈകാരികമായി സെൻസിറ്റീവ് ആയിരിക്കാം. മാത്രമല്ല, അവരുടെ തനതായ കാഴ്ചപ്പാട് എല്ലായ്പ്പോഴും മനസ്സിലാക്കാത്ത ഒരു ലോകത്ത് അവരുടെ സ്ഥാനം കണ്ടെത്താൻ പാടുപെടുകയും ചെയ്യും. 15 അടയാളങ്ങൾ നിങ്ങൾ ഒരു INFJ ആണോ എന്ന് കണ്ടെത്താം. നിങ്ങളെ പലപ്പോഴും മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിരുന്നു. ആഴത്തിലുള്ള സങ്കീർണമായ ആന്തരിക ചിന്തകൾക്കും വികാരങ്ങൾക്കും INFJകൾ അറിയപ്പെടുന്നു. അത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാൻ ഇവരെ ഇടയാക്കും. നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആളുകളെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഒരു സ്വാഭാവിക അന്തർമുഖരാണ്. അന്തർമുഖർ വലിയ ജനക്കൂട്ടത്തേക്കാൾ ഒറ്റയ്ക്കോ ചെറിയ ഗ്രൂപ്പുകളിലോ ചെലവഴിക്കാൻ താൽപ്പര്യപ്പെടുന്നു. നിങ്ങളുടെ ബാറ്ററികൾ റീചാർജ് ചെയ്യുകയും പരിചയക്കാരുടെ ഒരു വലിയ വൃത്തത്തിൽ കുറച്ച് ഉറ്റ ചങ്ങാതിമാരെ നേടുകയും ചെയ്യുക. നിങ്ങൾക്ക് ശക്തമായ ധാർമ്മികതയുണ്ട്. ശരിയും തെറ്റുമുള്ള ശക്തമായ ബോധമുള്ള അനുകമ്പയുള്ള വ്യക്തികളെ INFJകളായി കണക്കാക്കാം. ഇവർ പലപ്പോഴും അശ്രദ്ധയും സഹാനുഭൂതിയുള്ളവരുമാണ്. സാമൂഹ്യ നീതി പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ശക്തമായി തോന്നുന്നുവെങ്കിൽ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള വഴികൾ നിങ്ങൾ തിരയുന്നുവെങ്കിൽ, നിങ്ങളൊരു INFJ ആണെന്ന് സൂചിപ്പിക്കും. നിങ്ങളൊരു ക്രിയേറ്റീവ് പ്രശ്ന സോൾവർ ആണ്. പ്രശ്നങ്ങൾക്ക് നൂതനവും സൃഷ്ടിപരമായതുമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനും INFJ അറിയപ്പെടുന്നു. വെല്ലുവിളികൾക്കായുള്ള അദ്വിതീയ സമീപനങ്ങൾ കണ്ടെത്തുന്നതിനും എല്ലായ്പ്പോഴും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ തേടുന്നതിനും നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ, നിങ്ങളൊരു INFJ ആണെന്ന് ഒരു അടയാളമായിരിക്കും. നിങ്ങൾക്ക് ഒരു സമ്പന്നമായ ജീവിതമുണ്ട്. INFJs ആഴത്തിലുള്ള ചിന്തകരാണ്. പലപ്പോഴും സമൃദ്ധമായ ആന്തരിക ജീവിതമുണ്ട്. നിങ്ങളുടെ ചിന്തകളിൽ സ്വയം നഷ്ടപ്പെടുകയും നിങ്ങളുടെ അനുഭവങ്ങളെ നിരന്തരം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളൊരു INFJ ആണെന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളൊരു നല്ല ശ്രോതാവാണ്. ശ്രദ്ധയോടെ കേൾക്കാനും സഹാനുഭൂതിയോടെ പിന്തുണയ്ക്കുന്ന പ്രതികരണങ്ങൾ നൽകാനുമുള്ള കഴിവ്. ആളുകൾ പലപ്പോഴും നിങ്ങളിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ ഉപദേശം തേടുകയും ചെയ്യുന്നതായി നിങ്ങൾ കണ്ടെത്തിയാൽ, നിങ്ങളൊരു INFJ ആണെന്ന് സൂചിപ്പിക്കും. നിങ്ങൾക്ക് ശക്തമായ അവബോധമുണ്ട്. INFJകൾ അവരുടെ തീക്ഷ്ണമായ അവബോധത്തിനും മറ്റുള്ളവർ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും മനസ്സിലാക്കാനുള്ള കഴിവിനും പേരുകേട്ടതാണ്. നിങ്ങൾ നിരന്തരം സൂക്ഷ്മമായ സൂചനകൾ എടുക്കുകയും എന്തെങ്കിലും ഓഫായിരിക്കുമ്പോൾ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളൊരു INFJ ആയിരിക്കാം. നിങ്ങൾ ഒരു പെർഫെക്ഷനിസ്റ്റാണ്. INFJകൾ പലപ്പോഴും ഉയർന്ന നിലവാരം പുലർത്താറുണ്ട്. ചിലപ്പോൾ പൂർണ്ണതയുള്ളവരായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ വിമർശിക്കുകയും
എപ്പോഴും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളൊരു INFJ ആണെന്ന് അത് സൂചിപ്പിക്കും. നിങ്ങൾക്ക് ശക്തമായ സഹാനുഭൂതിയുണ്ട്. മറ്റുള്ളവരുമായി ആഴത്തിൽ സഹാനുഭൂതി കാണിക്കാനും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുമുള്ള അവരുടെ കഴിവിന് INFJകൾ അറിയപ്പെടുന്നു. മറ്റുള്ളവരുടെ അനുഭവങ്ങളും പോരാട്ടങ്ങളും നിങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു INFJ ആണെന്ന് സൂചിപ്പിക്കാം. നിങ്ങളൊരു സ്വകാര്യ വ്യക്തിയാണ്. സ്വന്തം ഇടവും ഏകാന്തതയും വിലമതിക്കുന്ന സ്വകാര്യ വ്യക്തികളാണ് INFJകൾ. നിങ്ങളുടെ വ്യക്തിജീവിതം നിങ്ങളുടേതായി നിലനിർത്താനും മറ്റുള്ളവരുമായി നിങ്ങളെക്കുറിച്ച് വളരെയധികം പങ്കിടുന്നത് ആസ്വദിക്കാതിരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങളൊരു INFJ ആണെന്നതിൻ്റെ സൂചനയായിരിക്കാം. നിങ്ങളൊരു ആഴത്തിലുള്ള ചിന്തകനാണ്. ആഴത്തിൽ ചിന്തിക്കാനും അവരുടെ അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കാനുമുള്ള കഴിവിന് INFJകൾ അറിയപ്പെടുന്നു. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിരന്തരം വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളൊരു INFJ ആണെന്ന് അത് സൂചിപ്പിക്കാം. നിങ്ങളൊരു സർഗാത്മക വ്യക്തിയാണ്. INFJകൾ അവരുടെ സർഗാത്മകതയ്ക്ക് പേരുകേട്ടതാണ്. മാത്രമല്ല പലപ്പോഴും കലകളിൽ കഴിവുള്ളവരുമാണ്. നിങ്ങൾക്ക് എഴുതുകയോ വരയ്ക്കുകയോ സംഗീതം പ്ലേ ചെയ്യുകയോ പോലുള്ള ഒരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു INFJ ആണെന്ന് അത് സൂചിപ്പിക്കാം. നിങ്ങൾ സ്വഭാവത്തിൻ്റെ നല്ല ന്യായാധിപൻ. ആളുകൾക്ക് വായിക്കാനും അവരുടെ പ്രചോദനം മനസ്സിലാക്കാനുമുള്ള അവരുടെ കഴിവിന് ഉൽപ്പാദനം അറിയപ്പെടുന്നു. മറ്റുള്ളവരുടെ സ്വഭാവം വേഗത്തിൽ വിലയിരുത്തുന്നതിന് നിങ്ങൾക്കുള്ള കഴിവ് അവർ എങ്ങനെ പെരുമാറും എന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളൊരു INFJ ആണെന്ന് ഒരു അടയാളമായിരിക്കും. മറ്റുള്ളവരുടെ വികാരങ്ങളോട് നിങ്ങൾ സംവേദനക്ഷമരാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളോട് INFJമാർ വില കൽപ്പിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മാനസികാവസ്ഥകൾ എളുപ്പത്തിൽ ബാധിച്ചതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളൊരു INFJ ആണെന്ന് ഒരു അടയാളമായിരിക്കാം. നിങ്ങളൊരു സ്വാഭാവിക നേതാവാണ്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിനും അവരുടെ കഴിവ് അംഗീകരിക്കാനും തയ്യാറാണ്. മാത്രമല്ല സ്വാഭാവികമായും നേതൃത്വപരമായ റോളുകൾ സ്വീകരിക്കുകയും ചെയ്യും. നിങ്ങൾ സ്വയം ഒരു നേതൃസ്ഥാനത്ത് കണ്ടെത്തുകയോ ഗ്രൂപ്പ് സാഹചര്യങ്ങളിൽ ചുമതല ഏറ്റെടുക്കുകയോ ചെയ്താൽ നിങ്ങളൊരു INFJ ആണെന്ന് സൂചിപ്പിക്കും. ഒരു INFJ ആകുന്നത് ഒരു അനുഗ്രഹവും ശാപവുമാകാം. ഒരു വശത്ത് ആഴത്തിലുള്ള സങ്കീർണമായ ആന്തരിക ചിന്തകൾക്കും വികാരത്തിനും അവരുടെ ശക്തമായ ധാർമ്മികതയ്ക്കും വികാരത്തിനും പേരുകേട്ടതാണ് INFJകൾ. അവ പലപ്പോഴും അവബോധജന്യവും സൃഷ്ടിപരവുമാണ്. സഹാനുഭൂതിയും ആളുകളെ വായിക്കാനുള്ള കഴിവും. മറുവശത്ത് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച അനുഭവത്തിൽ INFJകൾക്ക് പരിഭ്രാന്തരാകാനും ഒരു ലോകത്ത് അവരുടെ അദ്വിതീയ കാഴ്ചപ്പാട് മനസ്സിലാക്കാത്തതിനാൽ അവർക്ക് പ്രയാസമുണ്ടാകാനും സാധ്യതയുണ്ട്. അവയും പരിപൂർണമാക്കാം. ചുറ്റുമുള്ളവരുടെ വികാരങ്ങളോട് സംവേദനക്ഷമത ഉള്ളവരായിരിക്കാം.